സർവശക്തനായ സർവകൃപാലുവായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ നൽകിയതിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകരാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയുമായാണ് നിങ്ങളുടെ നടുവിൽ ആയിരിക്കുന്നത്. 92-ാമത്തെ സങ്കീർത്തനം, 92-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 3-ാമത്തെ വാക്യം. 92-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രാവിലെ നിന്റെ ദയയെയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുന്നത് നല്ലത്. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ രാവിലെ എണീറ്റ് ദൈവനാമത്തെ ഉയർത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ദൈവനാമത്തെ ഉയർത്തുക എന്ന് നമുക്കിതിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കറിയാം. ആമേൻ, സ്തോത്രം. അതികാലത്ത് എണീറ്റ് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്ന ഒരു ഭക്തൻ്റെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ഭുത പ്രവർത്തികളെ നമുക്ക് ഓർക്കേണ്ട നിമിഷങ്ങളാണ് നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുന്ന രാവിലെ നിന്റെ ദയയെയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുന്നത് നല്ലത്. ഇപ്പോൾ രാവിലെ ദൈവത്തിൻ്റെ വചനത്തെ ദൈവം നമ്മെ ആമേൻ, സ്തോത്രം, രാത്രി മുഴുവൻ പരിപാലിച്ച് ഒരു പ്രഭാതത്തെ ആമേൻ ദൈവം തരുമ്പോൾ ആ പ്രഭാതത്തിൽ ആമേൻ ദൈവനാമത്തെ ഉയർത്തുവാൻ നാം തയ്യാറാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മൾ കാണും. എന്നാൽ 47-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വ്യക്തമായി വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്: യഹോവയെ സ്തുതിപ്പീൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. കണ്ടോ? അപ്പോൾ രാവിലെ എണീറ്റ് ദൈവനാമത്തെ ഉയർത്തുവാൻ ഒരു പാട്ടൊക്കെ പാടി ദൈവരാജ്യത്തിൻ്റെ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആ മഹത്വത്തിനായി നമ്മൾ മുഴങ്കാൽ മടക്കുമെങ്കിൽ അതിനകത്ത് വെളിപ്പെടുന്ന ദൈവശക്തിയെ ഓർത്ത് ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്കറിയാം, കഴിഞ്ഞ ആമേൻ ദിവസങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾ. ഓരോ പ്രഭാതവും നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒത്തിരി മരണങ്ങളും ഒത്തിരി അപകടങ്ങളും ഒക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. എന്നാൽ നമ്മളിൽ പലരും രാത്രികളിൽ യാത്ര ചെയ്യുന്നവരാണ്. കണ്ടോ? കർത്താവ് പറഞ്ഞെന്താണെന്നറിയാമോ? രാത്രിയിൽ എന്ത് ചെയ്യണം? ആമേൻ, രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. അപ്പോൾ പകൽ മാത്രമല്ല, രാത്രിയിലും ദൈവം നമ്മെ സൂക്ഷിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 91-ാം സങ്കീർത്തനം പറയുന്നു, 5-ാം വാക്യം: രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. കണ്ടോ? അപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദൈവ പൈതലിന്, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിന്, ആത്മാവിലും സത്യത്തിലും ദൈവനാമത്തെ ഉയർത്തുന്ന ഒരു ദൈവ പൈതലിന് ആമേൻ ശത്രുവിനെ പേടിക്കേണ്ടതായില്ല എന്നാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, രാത്രിയിലെ ഭയത്തെയും, രാത്രി ഉറങ്ങാൻ കഴിയാതെ നിന്നെ ഭയപ്പെടുത്തുന്ന ദുർസ്വപ്നങ്ങൾ, ചിന്തകൾ, ഭയത്തിൻ്റെ ചില വാക്കുകൾ, ആമേൻ, നിന്നെ നീ അല്ലാതാക്കത്തക്ക തലത്തിൽ ശത്രു പോരടിക്കുന്ന ചില വെല്ലുവിളികൾ, അത് നിന്റെ ഇന്നത്തെ ഉയർച്ച കണ്ടല്ല, നാളെ നിനക്കൊരു ഉയർച്ചയുണ്ട്. അത് കണ്ട് ശത്രു അതിശക്തമായി വെല്ലുവിളിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ സ്വർഗത്തിലെ ദൈവം അതിശക്തമായി വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി വരേണ്ട സമയമായി. അതുകൊണ്ടാ ചില പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ ആഞ്ഞടിക്കുന്നത്. എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ, ആമേൻ, നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടിയുണ്ട്. എന്നാൽ അതേ അധ്യായം തന്നെ പറയുന്നു, 13-ാമത്തെ വാക്യം:
ആമേ 91:13 പറയുന്നു, സിംഹത്തിൻ്റെ മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. പ്രാർത്ഥന ഉള്ളവന് മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന അനുഭവത്തിൽ കൂടെ കടന്നു പോകാൻ കഴിയൂ. നേരെ വരുന്ന സിംഹത്തിൻ്റെ മേൽ ആമേൻ നിനക്കൊരു അധികാരം ദൈവം തരും. കണ്ടോ? ആമേൻ, സ്തോത്രം. അതിന് ആമേൻ എതിരായി വരുന്ന അണലി ആമേൻ നിന്റെ വഴിയാത്രയിൽ പതിയിട്ട് കിടന്ന മണ്ണിനടിയിൽ മാളം ക്രമീകരിച്ച് നിന്റെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന ചില ദുർശക്തികളെ നീ എന്ത് ചെയ്യും? ചവിട്ടിക്കളയും. അടുത്ത് നോക്കിയേ, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും. നോക്കിയേ, സിംഹത്തിനെ തകർത്തു, അണലിയെയും തകർത്തു, അടുത്ത് കുറച്ച് ബാലസിംഹത്തെയും പിന്നെ നോക്കിയേ പെരുമ്പാമ്പിനെയും നീ എന്ത് ചെയ്യും? ആമേൻ മെതിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്ന് ചവിട്ടിക്കളയും, രണ്ടെന്ത് ചെയ്യും? മെതിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചവിട്ടുക എന്ന് പറയുന്നതും മെതിക്കുക എന്ന് രണ്ടും രണ്ടാണ്. ആമേൻ, സ്തോത്രം. ഒന്ന് ചവിട്ടി അതിനെ തീർക്കുക, അതല്ലേ കർത്താവ് പറഞ്ഞത്? ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. ആമേൻ. അപ്പോൾ അത്ര അധികാരം പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. ആമേൻ. എന്നാൽ പലപ്പോഴും ആ അധികാരം അവർ മനസ്സിലാക്കാതെ, പ്രാർത്ഥനയെ ആമേൻ ഗണ്യമാക്കാതെ, ആമേൻ ആരാധനയെ ഗണ്യമാക്കാതെ പലരും പലരുടെ ആമേൻ ജീവിതത്തെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ വചനത്തെ ഉപേക്ഷിക്കുക. സ്തോത്രം. എന്നാൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കപ്പെടുമ്പോൾ, ആമേൻ 14-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 14-ാമത്തെ അധ്യായത്തിന്റെ 19-ഉം 20-ഉം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ അവിടെ സ്വർഗത്തിലെ ദൈവം പറയുന്ന ചില ദൂതുകൾ. ആമേൻ, സ്തോത്രം. ശാലേം രാജാവായ മൽക്കീസദേക്കിന് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അവന്റെ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ ആരായിരുന്നു? ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു മൽക്കീസദേക്ക്. ആമേൻ. എവിടെയാ? ശാലേം രാജാവ്. ശാലേം എന്ന് പറഞ്ഞാൽ സമാധാനം. എന്നാൽ 19-ാം വാക്യം പറയുന്നു, അവൻ അവനെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ ദൈവദാസന്മാരെ ചേർത്ത് പിടിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം. കണ്ടോ? ദൈവത്തോളം വില മൽക്കീസദേക്കിന് അബ്രഹാം കൊടുത്തത് കൊണ്ട് ആമേൻ അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിലും ഭൂമിയിലും നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. അതിനപ്പുറത്തൊരു വാക്കില്ല. കണ്ടോ? അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. അഭിഷക്തന്മാരുടെ ആമേൻ ആ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആർക്കും എടുത്തു മാറ്റാൻ കഴിയില്ല. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അവിടെയും പറയുന്നു 20-ാം വാക്യം, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച് അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് അവന് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. ഹല്ലേലൂയ. ദശാംശത്തെ എടുത്ത് പുട്ടടിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവവൈതലേ, ദൈവത്തിൻ്റെ സമ്പത്തിനെ എടുത്ത് നമ്മുടെ കാര്യത്തിലേക്ക് ചിലവാക്കി കഴിഞ്ഞാൽ ആ സമ്പത്തൊക്കെ തിരിച്ചു മടങ്ങിപ്പോകും. സ്തോത്രം. ഒരിക്കലും ദൈവത്തിൻ്റെ നന്മ നമ്മൾ ആരും എടുക്കാൻ പാടില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 1-ാമത്തെ വാക്യം നമ്മൾ ചിന്തിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, യഹോവയ്ക്ക് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യുന്നതും. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽ എത്ര സ്തോത്രം ചെയ്തു ദൈവമക്കൾ? എത്ര ദൈവത്തെ ആരാധിച്ചു? എത്ര ദൈവത്തെ മഹത്വപ്പെടുത്തി? അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുക. അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം, അബ്രഹാം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച രാജാക്കന്മാർ ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണം കർത്താവേ. ഈ ഏപ്രിൽ മാസം ആമേൻ 18-ാമത്തെ ദിവസം അപ്പൻ്റെ മുഖത്തേക്ക് നോക്കിയ സകല ജനത്തെയും ദൈവം അനുഗ്രഹിക്കണം. അടിയനെ താഴ്ത്തുന്നു.
മാനിക്കണമേ. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.